A/B സമം 3:4, B/C സമം 5:7, C/D സമം 3:5 ആയാൽ A/B/C/D എത്ര? നമുക്ക് A/B തന്നിട്ടുണ്ട്, B/C തന്നിട്ടുണ്ട്, C/D തന്നിട്ടുണ്ട്. നമ്മൾ കാണേണ്ടത് A/B/C/D. അതിനായി നമ്മൾ ആദ്യം A/B 3:4 എഴുതി. താഴെ 5:7 എഴുതണം. അത് എഴുതുമ്പോൾ ഒരു സ്ഥാനം വലത്തോട്ട് നീക്കിയിട്ട് 3:4 താഴെ ഒരു സ്ഥാനം വലത്തോട്ട് നീക്കി 5:7 എഴുതി. അതിനും താഴെ 3:5 എഴുതണം. വീണ്ടും ഒരു സ്ഥാനം കൂടി വലത്തോട്ട് നീക്കുക. 5:7 താഴെ ഒരു സ്ഥാനം വലത്തോട്ട് നീക്കിയിട്ട് 3:5 എന്ന് എഴുതി. അങ്ങനെ 3 വരിയായി. 3:4, 5:7, 3:5. നമ്മൾ മുകളിലെ വരി ശ്രദ്ധിക്കുമ്പോൾ 3:4, ഈ 4ൻ്റെ വലതുവശത്ത് 7ൻ്റെ മുകളിൽ സംഖ്യയില്ല. 4ൻ്റെ വലതുവശത്ത് 7ൻ്റെ മുകളിൽ ബ്ലാങ്കാണ്. ഇപ്പോൾ ഈ 4 തന്നെ ഇവിടേക്ക് എഴുതുക. ഈ 4 തന്നെ ഇങ്ങോട്ട് എഴുതി. അപ്പോൾ എന്തായി? 3:4 എന്ന് എഴുതും. വീണ്ടും നോക്കുമ്പോൾ ആ 4ൻ്റെ വലതുവശത്ത്, ഈ എഴുതിയ 4ൻ്റെ വലതുവശത്ത് ഈ 5ൻ്റെ മുകളിലായിട്ട് ബ്ലാങ്കാണ്, അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് വീണ്ടും ഈ 4 ഒരിക്കൽ കൂടി അവിടെ എഴുതുക. അതാണ് ഈ മുകളിലത്തെ വരി. 3:4. അപ്പം മുകളിലത്തെ വരി എഴുതി നമ്മൾ. അതുപോലെ നമ്മൾ ഏറ്റവും താഴത്തെ വരി നോക്കൂ. 3:5. ഈ 3ൻ്റെ ഇടതുവശത്ത് 5ന് താഴെ, 3ൻ്റെ ഇടതുവശത്ത് 5ന് താഴെ ഒന്നുമില്ല, ബ്ലാങ്കാണ്. അവിടെ ഈ 3 എഴുതുക. വീണ്ടും ഇപ്പോൾ എഴുതിയ 3ൻ്റെ ഇടതുവശത്ത് നോക്കൂ. 3ൻ്റെ ഇടതുവശത്ത് ഈ 3ന് താഴെ സംഖ്യയില്ല, ബ്ലാങ്കാണ്. ഒരിക്കൽ കൂടി ആ 3 തന്നെ അങ്ങോട്ട് എഴുതുക. അപ്പോൾ താഴത്തെ വരി എന്തായി? 3:3:3:5. ഇതാണ് താഴത്തെ വരി. 3:3:3:5. ഇനി നടുവിലെ വരി നോക്കൂ. നടുവിൽ വരി ഈ 5ൻ്റെ ഇടതുവശത്ത് 3ന് താഴെ സംഖ്യയില്ല. അപ്പോൾ ഈ 5 തന്നെ ഇങ്ങോട്ട് എഴുതി. അതാണ് 5:5:7 എന്ന് എഴുതി. ഇവിടെ നോക്കുമ്പോഴോ 7ൻ്റെ വലതുവശത്ത് 5ന് മുകളിൽ സംഖ്യയില്ല. ഒരിക്കൽ കൂടി അവിടെ 7 എന്ന് എഴുതി. അതാണ് നടുവിലത്തെ വരി. 5:5:7:7. ഇപ്പോൾ 3 വരിയായി. ഓരോ വരിയിലും സംഖ്യകളാണ് ഗുണിക്കുക. ഈ വരിയിലെ സംഖ്യകൾ ഗുണിക്കുക. 3 5 15 3 45 4 5 23 60 4 7 28 3 84 4 7 28 × 5 140. ഉത്തരം A/B/C/D എന്ന് പറയുന്നത് 45:60:84:140. ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങളുടെ തുക 36. അവയുടെ ഗുണനഫലം 1680 പദങ്ങളേവ. അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ്, അതിൻ്റെ 3 കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സമ്മ 36, ആ ടേംസിൻ്റെ പ്രൊഡക്റ്റ് 1680. ആ ടേംസ് ഏതൊക്കെ? നമുക്ക് ആ തുടർച്ചയായ 3 പദങ്ങൾ x-y, x+y എന്നെടുക്കാം. ഇത് സമാന്തര ശ്രേണിയിലാണെന്ന് എടുക്കാം. അതായത് നമ്മൾ ഇതിൻ്റെ കൂടെ y കൂട്ടി പോയത് കിട്ടും അല്ലേ? x-yൻ്റെ കൂടെ y കൂട്ടിയ x കിട്ടും, എക്സിൻ്റെ കൂടെ y കൂട്ടിയ x+y കിട്ടും. അപ്പോൾ ഇതാണ് സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങൾ എന്ന് സങ്കല്പിക്കുക. ഇനി ഇതിൻ്റെ തുക എന്നതിൻ്റെ 36. എല്ലാം കൂടി കൂട്ടുക. x-y കൂട്ടണം x കൂട്ടണം x+y സമം 36. -y + y കൂട്ടുമ്പോൾ 0 ആയി പോയി. ബാക്കി 1x കൂട്ടുമ്പോൾ 3x സമം 36. x സമം 36/3 12. ഇനി നമുക്ക് ഗുണനഫലം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഗുണിക്കുക. ഏതൊക്കെ? x-y × x+y × x 3 കൂടി ഗുണിച്ചു. അതെത്രയാണ്? 1680. ഇതൊരു ഐഡൻറ്റിറ്റിയാണല്ലോ. x-y × x+y, x² - y² ഒരു ഐഡൻറ്റിറ്റിയാണ് സർവ്വസമവാക്യം. x സമം 1680. ഇതിൽ നമുക്ക് എക്സിൻ്റെ വില കൊടുക്കുക. x 12 കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ എന്തായാലും 12² - y² × 12 സമം 1680. × 12 വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 12² 144 - y² സമം 1680/12. 144 - y² സമം ഇത് ഹരിക്കുമ്പോൾ 14 12 168 ഒരു 0 140. 144 ഈ 140നെ എങ്ങോട്ട് എടുത്തു? അപ്പോൾ 144 കുറയ്ക്കണം 140 സമം -y² അങ്ങോട്ട് എടുത്തു, പോസിറ്റീവ് y². 144 140 കുറച്ചാൽ y² സമം 4. അപ്പോൾ y കാണാൻ റൂട്ട് കാണുക. √4 2. നമുക്കിപ്പോൾ എക്സും വൈയും കിട്ടി. ഇനി നമ്മുടെ പദങ്ങൾ എന്താണ്? x - y, x+y വില കൊടുക്കുമ്പോൾ 12 - 2 12 12 + 2
12 2 കുറച്ചാൽ 10, 12, 12 2 14 പദങ്ങൾ 10, 12, 14. 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1, 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2, 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3, 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4 കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണുക. നമ്മുടെ ഇവിടെ ഓരോ സംഖ്യയും അതിൻ്റെ ശിഷ്ടവും തമ്മിൽ കുറച്ച് നോക്കുക. ഓരോ സംഖ്യ അതിൻ്റെ ശിഷ്ടം തമ്മിൽ കുറയ്ക്കുക. ഇവിടെ സംഖ്യ 2 ശിഷ്ടം 1, 2 നിന്ന് കുറച്ചാൽ 1. സംഖ്യ 3 ശിഷ്ടം 2, 3 2 കുറച്ചാൽ 1. സംഖ്യ 4 ശിഷ്ടം 3, 4 3 കുറച്ചാൽ 1. സംഖ്യ 5 ശിഷ്ടം 4, 5 4 കുറച്ചാൽ 1. അപ്പോൾ ഓരോ സംഖ്യയിൽ നിന്നും അതാത് ശിഷ്ടം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ ഒന്ന് തന്നെ, ഒരേ സംഖ്യയാണ് 1. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സംഖ്യകളുടെ LCM കാണുക. സംഖ്യകളുടെ LCM ഏതൊക്കെ സംഖ്യകൾ? 2, 3, 4, 5 LCM കാണുക. ഈ സംഖ്യകളിൽ ഈ 4 എന്നത് 2ൻ്റെ ഗുണിതമാണ്. 4 എന്നത് 2ൻ്റെ ഗുണിതമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 ഒഴിവാക്കാം. ബാക്കി 3, 4, 5 എന്നീ സംഖ്യകളുടെ ലസാഗു കണ്ടാൽ മതി. ഈ 3, 4, 5 ഇതിനെ എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. 3, 4, 5 ഇതിനെ എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. ഇതിലത്തെ ഏതെങ്കിലും 2 എടുത്താലോ അപ്പോഴും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. അപ്പോൾ ഇതിനെ ഒന്നിനെ നിശേഷം ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ LCM കാണാൻ ഇതെല്ലാം കൂടി ആയിട്ട് ഗുണിച്ചാൽ മതി. 3 × 4 12 × 5 60 എന്ന് കിട്ടി. ആ LCM ഇപ്പോൾ കിട്ടിയ LCM നിന്ന് നമ്മൾ ആദ്യം കുറച്ച് നോക്കുമ്പോൾ പൊതുവായ ഒരു വ്യത്യാസം കിട്ടിയല്ലോ. ഓരോ സംഖ്യയിൽ നിന്നും അതാത് ശിഷ്ടം കുറയ്ക്കുമ്പോൾ ഒരു വ്യത്യാസം കിട്ടി. അത് തുല്യമാണ്. ആ വ്യത്യാസം കുറയ്ക്കുക LCM നിന്ന്. 60 നിന്ന് 1 കുറച്ചാൽ ഉത്തരം 59. √(x) + √64 = 9.1 ആയാൽ എക്സിൻ്റെ വില കാണുക. √(x) + 64ൻ്റെ റൂട്ട് 8 = 9.1. ഈ സമവാക്യത്തിൽ +8നെ സമവാക്യത്തിൻ്റെ വലത്തോട്ടെടുക്കുക. അപ്പോൾ √(x) = 9.1 കുറയ്ക്കണം 8. √(x) = 9.1 നിന്ന് 8 കുറയ്ക്കുമ്പോൾ 1.1 വരും. അപ്പോൾ √(x) = 1.1. എക്സിൻ്റെ റൂട്ട് 1.1 ആണെങ്കിൽ എക്സ് കാണാൻ 1.1ലെ സ്ക്വയർ കാണുക. x = 1.1 ഹോൾ സ്ക്വയർ. 1.1 ഹോൾ സ്ക്വയർ എങ്ങനെ കാണുക? 1.1 × 1.1. ദശാംശം ഇല്ലാണ്ട് ഗുണിക്കുമ്പോൾ 11 × 11 121. ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം, ആകെ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. ഉത്തരം 1.21. 5ൻ്റെ ആദ്യത്തെ 33 ഗുണിതങ്ങളുടെ ശരാശരി കാണുക. 5ൻ്റെ ആദ്യത്തെ 33 ഗുണിതങ്ങൾ, 33 മൾട്ടിപ്പിൾസിൻ്റെ ആവറേജ് കാണാൻ ആദ്യ ഗുണിതവും 33ാം ഗുണിതവും കൂട്ടി പകുതി എടുത്താൽ മതി. ആദ്യ ഗുണിതവും 33ാമത്തെ ഗുണിതവും കൂട്ടി പകുതി എടുക്കുക. 5ൻ്റെ ആദ്യത്തെ ഗുണിതം എത്ര? 5. 5ൻ്റെ 33ാമത്തെ ഗുണിതം എത്ര? 5 × 33. അത് രണ്ടും കൂടി കൂട്ടി പകുതി എടുക്കണം. അപ്പോൾ 5 + ഇത് ഗുണിക്കുമ്പോൾ 165 എന്ന് വരും /2. 5 165 കൂട്ടിയാൽ 170/2. 170/2 ഹരിക്കുക, അല്ലെങ്കിൽ 170ൻ്റെ പകുതി എടുക്കുക. ഉത്തരം 85. 2 ആളുകൾ ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ ദിശയിൽ യഥാക്രമം 5 km/മണിക്കൂർ, 5.5 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഇവർ തമ്മിലുള്ള അകലം 8.5 കിലോമീറ്റർ ആകാൻ എത്ര സമയം വേണം? 2 പേര് ഒരേ സ്ഥലത്തു നിന്ന് യാത്ര പുറപ്പെടുകയാണ്, ഒരേ സമയത്ത്, പക്ഷെ വേഗതകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആപേക്ഷിക വേഗത കാണാം. ഒരേ ദിശയിലാണ് പോകുന്നത്, അതുകൊണ്ട് നമുക്ക് ഈ വേഗതകൾ തമ്മിൽ കുറയ്ക്കണം. ഒരേ ദിശയിലാവുമ്പോൾ വേഗതകളുടെ വ്യത്യാസം എടുക്കണം. വിപരീത ദിശയാണെങ്കിൽ നമ്മൾ ഈ വേഗതകൾ കൂട്ടണം. ഇവിടെ ഒരേ ദിശയാണ്, അപ്പോൾ ആപേക്ഷിക വേഗത 5.5 നിന്ന് 5 കുറച്ചു 0.5 km/മണിക്കൂർ. ഇനി നമുക്ക് അകലം തന്നിട്ട്, അതായത് ദൂരം എത്രയാണ്? 8.5 കിലോമീറ്റർ. ഈ 2 ആളുകളും തമ്മിൽ 8.5 കിലോമീറ്റർ അകലം വരണമെങ്കിൽ എത്ര സമയം വേണം? സമയം കാണാൻ ദൂരം ബൈ വേഗത. ദൂരം 8.5 കിലോമീറ്ററാണ് ബൈ വേഗത. ഈ ആപേക്ഷിക വേഗത എടുക്കണം. എത്ര? 0.5. 8.5 / 0.5. ഇവിടെ അംശത്തിൽ ഒരു ദശാംശ സ്ഥാനം, ഛേദത്തിലും ഒരു ദശാംശ സ്ഥാനം. അംശത്തിലും ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ നമുക്ക് ദശാംശം ഒഴിവാക്കാം. അപ്പോൾ ഇതെന്ത് വരും? 85/5 ഹരിക്കുമ്പോൾ 17 മണിക്കൂർ എന്ന് വരും. സമയമാണ് അപ്പോൾ മണിക്കൂർ. 17 മണിക്കൂർ കഴിയുമ്പോഴാണ്
ഈ വ്യക്തികൾ തമ്മിലുള്ള അകലം എത്രയാവുക? 8 കിലോമീറ്റർ ആകുക. 66ൻ്റെ 33 1/3% പ്ലസ് 54ൻ്റെ 16 2/3% പ്ലസ് 99ൻ്റെ 11 1/9% എത്ര? ഇവിടെ ശതമാനങ്ങളെല്ലാം മിശ്രഭിന്ന രൂപത്തിലാണ്. നമുക്കതിനെല്ലാം മാറ്റിയെടുക്കാം. 33 1/3% എന്ന് പറഞ്ഞാൽ ഇത് മാറ്റുമ്പോൾ 33 × 3 99 100/3 അത്രയും ശതമാനം. അപ്പോൾ ഇൻറ്റു 1/100 100 100 വെട്ടിപ്പോയിട്ട് 1/3. അടുത്ത 16 2/3%, 16 3 48 50/3 ഇൻറ്റു അത്രയും ശതമാനം 1/100. ഇതിൽ ഈ 50 100 വെട്ടുമ്പോൾ അടിയിൽ 2 വരും. അപ്പോൾ അംശം 1/√2 6. 11 1/9%, 11 9 99 100/9 അത്രയും ശതമാനം ഇൻറ്റു 1/100 100 100 വെട്ടിപ്പോയിട്ട് 1/9. ഇപ്പോൾ ഈ മിശ്രഭിന്ന രൂപത്തിലുള്ള ശതമാനങ്ങളെല്ലാം നമുക്കൊരു ഫ്രാക്ഷനായി മാറി. അപ്പോൾ നമുക്ക് വില കൊടുക്കാൻ എളുപ്പമായി. 66ൻ്റെ ഈ ശതമാനം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 66നെ 1/3 കൊണ്ട് ഗുണിച്ചാൽ മതി. പ്ലസ് അതുപോലെ 54ൻ്റെ 16 2/3%, 54 ഇൻറ്റു 1/6 പ്ലസ് 99ൻ്റെ, അപ്പോൾ 99 ഇൻറ്റു ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 1/9. ഈ 66 3 പഠിച്ചിരിക്കുമ്പോൾ 22 വരും. 22 ഇൻറ്റു 1 22 പ്ലസ് ഇത് വെട്ടുമ്പോൾ 9 6 54, അപ്പോൾ വരുമ്പോൾ 9 പ്ലസ് ഇത് വെട്ടുമ്പോൾ 11 9 99 ഒരു 11 11. ഇത് കൂട്ട് 22 9 31 10 41 ഉത്തരം 42. ഒരു കാർ 48 km/മണിക്കൂർ വേഗത്തിൽ 10 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്തെത്തുന്നു. അതേ ദൂരം 8 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാൻ കൂട്ടേണ്ട വേഗം എത്ര? നമുക്ക് ഈ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ എയിൽ നിന്ന് ബിയിലേക്കാണെന്ന് സങ്കല്പിക്കാം. ഇതിൽ നമ്മൾ ആദ്യം വേഗത എത്ര? 48 km/മണിക്കൂറാണ് വേഗത. സമയമോ 10 മണിക്കൂർ. അപ്പോൾ ഈ 48 km/മണിക്കൂർ എന്ന വേഗത്തിൽ പോവുകയാണെങ്കിൽ 10 മണിക്കൂർ കൊണ്ട് എത്തും. അപ്പോൾ ഇവിടെ നമുക്ക് സമയം അറിയാം, വേഗത അറിയാം. അതിൽ നിന്ന് നമുക്ക് ദൂരം എയും ബിയും തമ്മിലുള്ള ദൂരം കാണാം. സമയം ഇൻറ്റു വേഗത 48 × 10 480 കിലോമീറ്ററാണ് നമുക്ക് ദൂരം എന്ന് കിട്ടി. ഈ ദൂരം സ്ഥിരമാണ്, കാരണം ആ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള യാത്ര തന്നെയാണ് ഇവിടെ ചെയ്യണത്. പിന്നെ എന്താണ്? ഇനി സമയം മാറ്റുകയാണ്. ഇപ്പോൾ നമ്മൾ എത്രയാണ്? 10 മണിക്കൂർ കൊണ്ടല്ലേ. അടുത്ത ചോദ്യം എന്താ? ഇതേ ദൂരം 8 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാൻ. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ഇതൊന്നും കൂടി ചിത്രീകരിച്ചിരിക്കുകയാണ്. എ ബി എന്ന അകലം. ഇതിൽ നമുക്ക് ഈ അകലം ഇപ്പോൾ ഇവിടുന്ന് കിട്ടി 480. ഇത് അപ്പോൾ ദൂരമാണ് 480. സമയം മാറ്റി, മുമ്പ് 10 ആയിരുന്നു, അത് 8 മണിക്കൂറാക്കി. അപ്പോൾ ഇവിടെ ദൂരം അറിയാം, സമയം അറിയാം. അത് നമുക്ക് വേഗത കാണാം. വേഗത കാണാൻ ദൂരം ബൈ സമയം 480/8 ഹരിക്കുമ്പോൾ 6 8 48 ഒരു 0 60 km/മണിക്കൂർ. നമുക്ക് പുതിയ വേഗത കിട്ടി. ആദ്യം വേഗത എത്തിയിരുന്നത് 48 km/മണിക്കൂർ. ഇപ്പോൾ വേഗത 60. അപ്പോൾ എത്ര വേഗത കൂടി? 48 കൂടെ 12 കൂടുമ്പോൾ 60. അപ്പോൾ ഈ 10 മണിക്കൂർ കൊണ്ട് എത്തുന്നത് 8 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടണം. എത്ര കൂട്ടണം? ഇത് കുറയ്ക്കുക. 60 48 കുറച്ചാൽ 12 km/മണിക്കൂർ എന്ന രീതിയിൽ വേഗത കൂട്ടിയാൽ മാത്രമേ ആദ്യം 10 മണിക്കൂർ കൊണ്ട് എത്തിയത് 8 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. രാജേഷ് അയാളുടെ മാസശമ്പളത്തിൻ്റെ 72% ചിലവാക്കുന്നു. അയാൾ 2380 രൂപ ഓരോ മാസവും നീക്കിയിരുപ്പായി സൂക്ഷിച്ചാൽ രാജേഷിൻ്റെ മാസശമ്പളം എത്ര? ഇപ്പോൾ രാജേഷിൻ്റെ മാസശമ്പളത്തിൽ ചിലവ് 72%. ബാക്കി അയാൾ മിച്ചം വയ്ക്കുകയാണ്. അപ്പോൾ 100 72 കുറച്ചാൽ മിച്ചം 28%. ആകെ ശമ്പളത്തിൻ്റെ 72% ചിലവാക്കുന്നു. ബാക്കി 100 72 കുറച്ചാൽ 28% മിച്ചം വയ്ക്കുന്നു. ഈ മിച്ചം വയ്ക്കുന്ന തുക നമുക്ക് തന്നത് 2380 രൂപയാണ്. അതായത് മാസശമ്പളം എത്രയാണോ അതിൻ്റെ 28% മിച്ചം വയ്ക്കുന്നത്. അപ്പോൾ മാസശമ്പളം ഇൻറ്റു 28/100 ആണ് ഏത്? 2380. ഇതൊന്ന് മാസശമ്പളം കാണാൻ 2380 ഈ 28/100 ഇൻറ്റു അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 100/28 റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക. നമുക്ക് ഈ 2380നെ 28 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 238 8 തവണ ഗുണിക്കുമ്പോൾ 8 64 ശിഷ്ടം 6 2 16 6 22 224 238 224 കുറയ്ക്കുമ്പോൾ 14 വരും.
അടുത്താക്കാൻ 0 ഇടുന്നു. 140, 140 28, 5 തവണ 5 × 28 140, കൃത്യമായിട്ട് 85 എന്ന് വരും. ഏത് 2380 28 കൊണ്ട് ഹരിക്കുമ്പോൾ 85. പിന്നെ ഇവിടെ ഇൻറ്റു 100 ഉണ്ട്. ഉത്തരം 85 × 100 8500 രൂപയാണ് അദ്ദേഹത്തിൻ്റെ മാസശമ്പളം. റൂട്ട് ഓഫ് 10 ഇൻറ്റു റൂട്ട് ഓഫ് 2³ ഇൻറ്റു 5³ ഇതിൻ്റെ വില കാണണം. റൂട്ട് ഓഫ് 10 ഇൻറ്റു അതുപോലെ ടു റൂട്ട് ഓഫ് 2√3 ഇത് a⁴m m/n കൃതികൾ തമ്മിൽ ഗുണിക്കുക. അതുപോലെ 2√3 × 2 6 വരും ഇൻറ്റു 5√3 × 2 6. റൂട്ട് ഓഫ് 10 ഇൻറ്റു കൃത്യംഗ രൂപത്തിലുള്ളതിൻ്റെ റൂട്ട് കാണാൻ നമ്മൾ കൃതിയുടെ പകുതി എടുത്താൽ മതി. അപ്പോൾ 2/6 റൂട്ട് എത്രയാണ്? 2/3 ഇൻറ്റു 5/6 റൂട്ട് 5/3. 10 ഇൻറ്റു 2³ എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 5³ 125. 8 ഇൻറ്റു 125 1000. അതിനെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 10000 എന്ന് വരും. 10000 റൂട്ട് കാണാൻ 10000ൻ്റെ റൂട്ട് 100 അതായത് 1ൻ്റെ റൂട്ട് 1. എത്ര 0 ഉണ്ടോ പകുതി 0 4 0ൻ്റെ പകുതി 2 0. ഉത്തരം 100. ചതുരക്കട്ടയുടെ നീളം, വീതി, ഉയരം എന്നിവ 3:5:8 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ ഉപരിതല വിസ്തീർണം 1422 cm². ചതുരക്കട്ടയുടെ ഉയരം കാണുക. അപ്പോൾ ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും തമ്മിലുള്ള റേഷ്യോ 3:5:8. അപ്പോൾ നമുക്ക് ഇന്ന് നീളം 3x എന്നും വീതി 5x എന്നും ഉയരം 8x എന്നും എടുക്കാം. 3x 5x 8x നീളവും വീതിയും ഉയരവും. നമുക്ക് ഉപരിതല വിസ്തീർണം തന്നിട്ടുണ്ട്, അതായത് ടോട്ടൽ സർഫസ് ഏരിയ. ചതുരക്കട്ടയുടെ ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല വിസ്തീർണം കാണുന്ന സൂത്രവാക്യം 2 × LB + BH + LH സമം നമുക്ക് തന്നിട്ടുണ്ട് 1422. നമുക്കിതിൽ വില കൊടുക്കുക. 2 × L × B അതായത് 3x × 5x കൂട്ടണം B × H 5x × 8x കൂട്ടണം L × H 3x × 8x. 2 × 3x × 5x ഗുണിച്ചാൽ 15x² പ്ലസ് 5x × 8x 40x² പ്ലസ് 3x × 8x 24x² സമം നമുക്ക് തന്നിട്ടുണ്ട് 1422. 2 ഇൻറ്റു ഈ ബ്രാക്കറ്റ് എല്ലാം കൂടി കൂട്ടുമ്പോൾ 15 40 55 20 75 4 79x² സമം 1422. ഇത് x² കാണാൻ ഈ ഇൻറ്റു 2 ഇൻറ്റു 79 ഇങ്ങോട്ട് പോകുമ്പോൾ അത് 2 ഛേദങ്ങളായി മാറും. അപ്പോൾ x² സമം 1422 ബൈ 2 ഇൻറ്റു 79. 2ഉം 14 2ഉം 1422 വെട്ടിച്ചെടുക്കാം. അപ്പോൾ 7 2 14 1 2 2 1 2 2 കൂട്ടി വെടിച്ചെടുക്കുമ്പോൾ 711 ബൈ 79. 711 79 കൃത്യം 9 പ്രാവശ്യം പോവും. 9 81 ശിഷ്ടം 7 9 7 63 8 71 അപ്പോൾ 9 തവണ പോവും. നമുക്ക് എന്ത് കിട്ടി? x² സമം 9. x² 9 ആണെങ്കിൽ x √9 3 എക്സിൻ്റെ വില കിട്ടി. ചോദ്യം ചതുരക്കട്ടയുടെ ഉയരം കാണാനാണ്. ഉയരം 8x ആണ്. അതിൽ വില കൊടുക്കുക. ഉയരം 8x 8 ഇൻറ്റു എക്സിൻ്റെ വില 3 ഉത്തരം 24 സെൻറ്റിമീറ്റർ. 2/1001 പ്ലസ് 2/999 ബൈ 2/1000 മൈനസ് 2/998 വില കാണുക. ഇത് 5/11/2024 നടന്ന ഡിഗ്രി ലെവൽ പരീക്ഷ, അതായത് KCMMF മാർക്കറ്റിംഗ് ഓർഗനൈസർ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. നമുക്കിവിടെ അംശം നോക്കുമ്പോൾ അംശം 2/1001 പ്ലസ് 2/999 ആണ്. ഇതിന്ന് 2/998 നമുക്ക് കോമൺ ഫാക്ടറായിട്ട് എടുക്കാം. 2/998 പൊതു ഘടകമായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ 1001 പ്രാവശ്യമുണ്ട് 2. അത് നമുക്ക് 998 പ്രാവശ്യം പുറത്തേക്ക് എടുത്തു, കോമൺ ഫാക്ടറായിട്ട് എടുത്തുള്ളൂ. ബാക്കി ഇവിടെ അവശേഷിക്കുന്നത് ഒരു 3 പ്രാവശ്യം 2 വരുന്നുണ്ട്. 3 തവണ വരുന്നുണ്ട്. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 2³ എന്ന് വരും. 2/3 പ്ലസ് അതുപോലെ 2/999 2/998 പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒരു 2 അവശേഷിക്കുന്നത്, ഒരു 2 അവിടെ അവശേഷിക്കുന്നുണ്ട്. 2/1 ബൈ അതുപോലെ താഴെ ഛേദത്തിൽ അവിടെയും 2/998 കോമൺ ഫാക്ടർ എടുത്തു. 2/998 പൊതു ഘടകം എടുത്തു കഴിഞ്ഞാൽ 998 പ്രാവശ്യം പുറത്തെടുത്തു കഴിഞ്ഞാൽ അവിടെ 1000 പ്രാവശ്യമുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം 2 തവണ അവശേഷിക്കുന്നുണ്ട്.
അപ്പോൾ ബ്രാക്കറ്റിൽ 2² മൈനസ് ഇവിടെ 2,998 മുഴുവൻ പുറത്തേക്ക് എടുത്തു. അത് മുഴുവൻ കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ അവിടെ അവശേഷിക്കുന്ന നമ്മൾ അവിടെ സംഖ്യ 1 എന്ന് എഴുതണം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ 2,998 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 2,998 വെട്ടിക്കളയാം. ബാക്കി 2³ പറഞ്ഞാൽ 2 × 2 × 2 8 പ്ലസ് 2,1 2 ബൈ 2² 2 × 2 4 മൈനസ് 1 8 2 കൂട്ടിയാൽ 10 ബൈ 4 കുറച്ചാൽ 3 ഉത്തരം 10/3. 12 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ലോഹഗോളം ഉരുക്കി ഗോളത്തിൻ്റെ വ്യാസത്തിന് തുല്യമായ അടിത്തറയുള്ള ഒരു കോൺ, അതായത് വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. കോണിൻ്റെ ഉയരം കാണുക. ഇത് 5/11/2024 നടന്ന ഡിഗ്രി ലെവൽ പരീക്ഷ KCMMFൻ്റെ മാർക്കറ്റിംഗ് ഓർഗനൈസർ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഇവിടെ ഗോളം ഉരുക്കി വൃത്തസ്തൂപിക ഉണ്ടാക്കുകയാണ്. ഗോളം ഉരുക്കി സ്ഫിയർ മെൽറ്റ് ചെയ്തിട്ട് കോൺ ഉണ്ടാക്കുകയാണ്. ഒരു വസ്തു ഉരുക്കി മറ്റൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ ഏത് വസ്തു ഉരുക്കുന്നുവോ ഏത് വസ്തു ഉണ്ടാക്കുന്നുവോ അവയുടെ വ്യാപ്തങ്ങൾ തുല്യമായിരിക്കും, വോളിയംസ് ഈക്വൽ ആയിരിക്കും. നമ്മളിവിടെ ഏകദേശ ചിത്രം വരച്ചിട്ടുണ്ട്. ഇതാണ് സ്ഫിയർ ഗോളം, ഇത് ഉരുക്കിയിട്ട് ഇത് കോൺ അല്ലെങ്കിൽ വൃത്തസ്തൂപിക ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവയുടെ രണ്ടിൻ്റെയും വ്യാപ്തങ്ങൾ തുല്യം. അതാണ് കോണിൻ്റെ വി പറഞ്ഞാൽ വോളിയം വ്യാപ്തം. അപ്പോൾ വൃത്തസ്തൂപിയുടെ വ്യാപ്തം സമം ഗോളത്തിൻ്റെ വ്യാപ്തം. വൃത്തസ്തൂപിയുടെ വ്യാപ്തം സൂത്രവാക്യം എഴുതി 1/3πr²h. ഗോളത്തിൻ്റെ വ്യാപ്തം സൂത്രവാക്യം എഴുതി 4/3πr³. ഇതൊരു സമവാക്യമാണ്. ഈ സമവാക്യത്തിൻ്റെ ഇരുവശത്തും ഒരുപോലെ വരുന്നത് നമുക്ക് വെട്ടിക്കളയാം. 3 രണ്ടിടത്തും 3 ഛേദമാണ് വെട്ടിക്കളയാം. പൈ ഇരുവശത്തുകൊണ്ട് വെട്ടിക്കളയാം. ഇനി ഇവിടെ ഗോളം ഉരുക്കി ഗോളത്തിൻ്റെ വ്യാസത്തിന് തുല്യമായ അടിത്തറയുള്ള കോൺ എന്ന് പറയുന്നുണ്ട്. അതായത് ഇതിന് രണ്ടിൻ്റെയും വ്യാസം തുല്യമാണ്, അടിത്തറ തുല്യം. ഇതിൻ്റെ അടിത്തറ ഇത് ഗോളാണ്, അതായത് ഇവിടെ വൃത്താകൃതിയാണ്. അതുപോലെ ഇതിൻ്റെ അടിഭാഗം, ഈ വൃത്തസ്തൂപിയുടെ അടിഭാഗവും വൃത്താണ്. അപ്പോൾ ഇതിൻ്റെ അടിത്തറ തുല്യം എന്ന് പറയുന്നത് അർത്ഥം വ്യാസങ്ങൾ തുല്യം അല്ലെങ്കിൽ ആരങ്ങൾ തുല്യം. അപ്പോൾ നമുക്ക് ഈ 6 കൂടി വെട്ടിക്കളയാം. അതായത് r², ഇവിടെ r² ഉണ്ട്, ഇവിടെ r³ ഉണ്ട്. അപ്പോൾ നമുക്കൊരു r² ഇരുവശത്തും വെട്ടിക്കളയാം. അപ്പോൾ ഇനി ഇവിടെ എന്താ അവശേഷിക്കുന്നത്? 3 പോയി, പൈ പോയി, r² പോയി. അപ്പോൾ ഇവിടെ h മാത്രമേ ഉള്ളൂ. ഏത്? വൃത്തസ്തൂപിയുടെ h സമം ഇപ്പുറത്തോ 3 പോയി, പൈ പോയി, r² പോയി, ബാക്കി 4r എന്ന് വരും. r എന്ന് പറഞ്ഞാൽ റേഡിയസ്, ആരം. നമുക്ക് വ്യാസം എന്ത്? വ്യാസം എത്രയാണ്? 12. വ്യാസവും ആരവും തമ്മിലുള്ള ബന്ധം വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം. ആരം സമം വ്യാസത്തിൻ്റെ പകുതി, വ്യാസം ബൈ 2. അപ്പോൾ വ്യാസം 12, ആരം 6 വരും. ഇതിൽ വില കൊടുക്കുക 4r. 4 × 6 ഉത്തരം 24 സെൻറ്റിമീറ്ററാണ് വൃത്തസ്തൂപിയുടെ ഉയരം.